ആ ഒരു ഡെസ്റ്റിനി എത്തുന്നത് വരെ ഐ വിൽ ആസ്ക് എവറിബഡി ടു ചേഞ്ച്. നമ്മുടെ ആ ലക്ഷ്യം, ആ പരമമായ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ ചേഞ്ച് വേണം, ചേഞ്ച് വേണം, ചേഞ്ച് വേണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ തീർന്നോ നോക്കുമ്പോൾ ഇല്ല, പോട്ടെ, ഫുള്ളെത്തും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമായത് എന്താണ്? ഒന്ന് മാത്രമാണ് ബ്രഹ്മം. അത് മാത്രമേ പൂർണ്ണമുള്ളൂ. ഫോക്കസ് ചെയ്തു കൊടുക്കണം. ശ്രദ്ധയോടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് നമുക്ക് പോസിബിളാണ്. പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, അല്ലേ? സിമ്പിളായിട്ട് എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും പരിചയപ്പെടുത്താം. ഞാൻ ശ്രീലേഖ ദിനേശിന്റെ ഹസ്ബൻഡാകുന്നു. ഇന്ന് ഞങ്ങളുടെ 22ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇതാണ് മിസ് ശ്രീലേഖ ദിനേശ്. 22 വർഷമായിട്ട് എന്താ പറയാ, ഒരു മനുഷ്യ, സാധാരണ മനുഷ്യനായ എന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഇത്. ഇന്ന് ആരാത് ഒച്ച ഉണ്ടാക്കുന്നത്? ഇതിനൊക്കെ ഞാൻ പഴയ മനുഷ്യനാക്കരുത് ഇന്നത്തെ ദിവസം. ആ അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് എന്റെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഇവളുടെ പാർട്ടി, ഇവളുടെ ട്രീറ്റ്, ഇവളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. കുറേ നേരം പോയി സ്വിമ്മിംഗ് പൂളിലൊക്കെ അങ്ങ് തിമിർത്തു. വാട്ടർ, എന്താ പറയാ, വാട്ടർ തീം പാർക്കിൽ, വാട്ടർ ഫൗണ്ടൈനിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചു. നല്ല തണുത്ത വെള്ളത്തിൽ തുള്ളി, ചൂടുവെള്ളത്തിൽ തുള്ളി. അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി, ബീച്ചിൽ ഉപ്പുവെള്ളത്തിൽ ചാടി, കുറേ തിമിർത്ത്. മറ്റേ കുട്ടികൾ കളിക്കുന്ന ചെറിയ സാധനമില്ലേ, മറ്റേ വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ റൗണ്ട്, അതൊക്കെ എടുത്തിട്ട് അതിനകത്തൊക്കെ കിടന്ന് കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ തന്നെ കിടന്നുറങ്ങി. പിന്നെ അടിയിൽ, വെള്ളത്തിനടിയിൽ മുങ്ങാൻ കുഴി ഇട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റും ചെയ്തു. എത്ര നേരം ശ്വാസം പിടിച്ച് നിൽക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ വിഭവസമൃദ്ധമായി ഒരു സ്നാക്സ് കഴിച്ചു. അങ്ങനെ പരിപൂർണമായിട്ടുള്ള എൻജോയ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും പോണം, ഇപ്പൊ പോണം, വീണ്ടും ഇനിയുണ്ട്. അപ്പൊ ഇതെല്ലാം എൻ്റെ പ്രിയതമയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഈ ഇട്ടിരിക്കുന്ന ഷർട്ട്, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, പിന്നെ എനിക്ക് ഷൂ, അങ്ങനെയുള്ള സകല കാര്യങ്ങളും 22 വർഷം സഹിച്ചത് തികഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഇങ്ങനെ മേടിച്ചു തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ സന്തോഷം ഓരോ നിമിഷത്തിലും എന്താ പറയാ, അനുഭവിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മറ്റൊരു ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ അത്രയും സന്തോഷത്തിൽ ഇരിക്കുന്നത്, ഇവളുടെ പാർട്ടി, ഇവളുടെ ട്രീറ്റ് ആണെങ്കിലും ആസ്വദിക്കാൻ സാധിക്കുന്നത് ഞാനെന്ന പഴയ മനുഷ്യൻ ഇത്രയും മാറ്റം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇപ്പൊ പൂർണ്ണ പിള്ളേർ ഭയങ്കര ഹാപ്പി, ഞാനും ഹാപ്പി, ഇവളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട്. അപ്പോ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാല്, നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടം ഓട്ടോമാറ്റിക് മാറും. നമ്മൾ ചുറ്റുവട്ടം മാറാനായിട്ട് ഒരിക്കലും കാത്തിരിക്കരുത്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതൊരിക്കലും മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും, മനോഹരമായി മാറും എന്നതിന് യാതൊരു തർക്കമില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ കുറത്ര കാലത്തെ നമ്മുടെ കൂടെയുള്ള യാത്രയിൽ ഞാൻ അനുഭവിച്ചതെല്ലാം നിങ്ങളെ അനുഭവിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി, വ്യക്തമായി, മനസ്സിലാകുന്ന ഭാഷയിൽ, എല്ലാ കുഞ്ഞു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ, കുട്ടികളടക്കം നമ്മൾ ക്ലാസ് വന്നിരിക്കുന്നത് കൊണ്ടാണല്ലോ, അവർക്ക് അടക്കം മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായി എങ്ങനെയാണ് ഇത് മാറുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളുടെ ജീവിതം നമ്മുടെ കൂടെ കൂടിയതിന് ശേഷം എങ്ങനെയാണ് മാറ്റത്തിന് വിധേയമായത്, എങ്ങനെ സംഭവിച്ചു, അതും രണ്ടാമതൊരു കാര്യം കൂടി, സാറേ ഇനി ഞങ്ങൾക്ക് മാറേണ്ടത് ഇത്രയും കൂടിയാണ്, അപ്പൊ അത്രയും കൂടി സാറൊന്ന് കാണിച്ചു തരണം എന്ന്. ഉദാഹരണം, വെള്ളത്തിൽ മുങ്ങിയിരുന്ന് മുങ്ങാങ്കുഴി ഇട്ടിട്ട് എത്ര മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ?
ഇനിയുണ്ട് സമയം ഇവിടെ, ഇല്ലേ? അങ്ങനെ വെള്ളത്തെ കാണുമ്പോൾ പേടിയുണ്ടോ? മാറ്റാനായിട്ട് ഇവിടെ പിടിച്ച് വെള്ളത്തിലിടുന്ന പോലെ അതും വഴിയുണ്ട്. ഇതൊക്കെ പഠിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചോളൂ എന്തൊക്കെ വേണമെന്ന്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. പണം ആഗ്രഹമില്ലാത്ത എത്ര പേരുടെ ഉണ്ടെന്ന് കൈപൊക്കാവോ? പണത്തിന്റെ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ മാത്രം ഒന്ന് കൈപൊക്കാവോ? 1, 2, 3 പോരട്ടെ? എത്ര പേരുണ്ട്? ആരുമില്ല, അല്ലേ? പണമേ ഇല്ല എൻ്റെ കയ്യിൽ എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, കുറച്ച് തരാന്ന് എഴുതിയിട്ടാട്ടോ. ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആരുമില്ല. ഓക്കെ. കുബേരന് ഇഷ്ടമില്ലാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? അവർ അത് കൈവക്കിക്കോ. കുബേരന് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ കുബേരന് ഇഷ്ടമില്ലാത്ത? ഓക്കെ, അതും ഇല്ല. അപ്പൊ പണം ഇല്ല, പണം വേണ്ടാത്തവരില്ല, പണം ഇഷ്ടമില്ലാത്തവരില്ല, പണം ഇല്ലാത്തവരില്ല, കുബേരന് ഇഷ്ടമില്ലാത്തവരില്ല. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. സാറിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ ഈ കൂട്ടത്തിൽ? അങ്ങനെയാണ് ഇപ്പൊ ഇരിക്കില്ലല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതും ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ കുബേര മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാത്തെ? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെന്താണ് തടസ്സം? നേരത്തെ ചോദിച്ചത് ചോദ്യം അല്ലേ? അപ്പൊ സമയം ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് കുറച്ച് കുബേരനെ കുറച്ച് ആവശ്യമുണ്ട്. ഞങ്ങൾ മിനിയാന്ന് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ ടീമും ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത ടീമുകൾ ഓ മനോഹരമായിട്ട് ആ പണത്തിന്റെ എനർജി സ്വായത്തമാക്കിയ ആൾക്കാരാണ്. ആ അനുഭവം ചിലപ്പോൾ അവർ ഇവിടെ ഉണ്ടെങ്കിൽ പറയും. ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന അതേ സംഭവം ഇത് അനുഭവിക്കാനുള്ളതാണ്. പറഞ്ഞൊന്നും ആരോടും അറിയിക്കാനുള്ള സംഭവമേ അല്ല. അനുഭവിക്കുക തന്നെ വേണം. ഇല്ല എന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞവരാരും ഇല്ല, ഇല്ലാത്തവരും ആരുമില്ല, ഇഷ്ടമില്ലാത്തവരാരുമില്ല. പക്ഷെ ഇരിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് അത്തവരല്ലോ. അപ്പോൾ അതിന് ഉടനെ തന്നെ കുബേര മെഡിറ്റേഷനിൽ നിന്ന് ജോയിൻ ചെയ്യുക. അഡ്മിൻ പ്രസീതൻ ഇപ്പൊ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചേക്ക്. അപ്പോൾ ബാക്കി എല്ലാവരും ആയിക്കോട്ടെ. അപ്പോൾ ഓവർ ടു യു മേഘ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സാറിന് മാമിന് കൂടെ ആശംസ അറിയിക്കാൻ ഫസ്റ്റ് ആദർശ മാമിനെ ഞാൻ ക്ഷണിക്കുന്നു. ആദർശ മാം. നമസ്തേ. പ്രിയ ഗുരു ദിനേശ് സാറിനും ലേഖ മാമിനും സ്നേഹം നിറഞ്ഞ വിവാഹ ദിനാശംസകൾ. സ്നേഹവും വിശ്വാസവും ആത്മീയ മൂല്യം നിറഞ്ഞ അങ്ങയുടെ ദാമ്പത്യ ജീവിതം സ്നേഹവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ. ദീർഘായുസ്സും ജീവിതം മുന്നോട്ട് പോകട്ടെ. ശ്രുതിയോടും ലയം പോലെ ഇണയായും തുണയായും സംസാര സംഗീതം പോലെ ജീവിതം അധികം കാലം നീണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ചെറിയ തമിഴ് വരിപ്പാട്ട് സാറിനും ലേഖാമേവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കല്യാണമാலை கொண்டாடும் பெண்ணே என் பாட்டு கேளு உண்மைகள் சொன்னே சுதியோடு லயம் போலவே இணையாகும் துணையாகும் சம்சார சங்கீதமே. வாலிபங்களோடும் வயதாக கூடும் ஆனாலும் அன்பு மாறாதது. மாலையிடும் சொந்தம் முடி போட்ட பந்தம் பிரிவென்னும் சொன்னாலே அறியாதது. அழகான மனைவி அன்பான துணைவி அமைந்தாலே பேரின்பமே. அழகான மனைவி அன்பான துணைவி அமைந்தாலே பேரின்பமே. நல்ல மனவியாளின் நேரம் ஒரு கோடி നെഞ്ചമൻ വീണും പാടുമേ തോടി സന്തോഷ സാമ്രാജ്യമേ. കല്യാണമാலை கொண்டாடும் பெண்ணே என் பாட்டு கேளு உண்மைகள் சொன்னே ശ്രുതിയോട് ലയം പോലവേ ഇണയാകും തുണയാകും സംസാര സംഗീതമേ. വാലിബങ്ങളോടും വയதாக கூடும் ஆனாலும் அன்பு மாறாதது. மாலையிடும் சொந்தம் முடி போட்ட பந்தம் திருவென்னும் சொல்லவே அறியாதது. கல்யாண மாலை கொண்டாடும் பெண்ணை
என் பாட்டு கேளு உண்மைகள் சொன்னேன் சுதியோடு லயம் போல இணையாகும் துணையாகும் സംസാര സംഗീതമേ. താങ്ക് യു മാം. നമ്മുടെ ഈ ഹാപ്പിനെസ് ജേണിയിൽ വന്നിട്ട് ഉള്ള അനുഭവങ്ങൾ കുറച്ചൊന്ന് ഷെയർ ചെയ്യൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഏറ്റവും മാറ്റാണ്. ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഇവിടെ വന്നതിലുള്ള അതിന് ശേഷം ഉണ്ടായതാണ് എനിക്ക്. പിന്നെ നിറയെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ വന്നതിന് ശേഷം. ആത്മീയതയിലേക്ക് നല്ല പോകാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനിയും സാറിന്റെ പാതയില് സാറിന്റെ പിന്നാലെ വരണമെന്നാണ് ആശ. അത് നടക്കും. എന്നും സാറിന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആദർശ മാം. ഞാന് രാവിലെ ആശംസ അയച്ചിരുന്നു. പിന്നെ ശാന്തിപഥത്തിന്റെയും തുടങ്ങിയത് ദിനേശ് സാറിന് ഈ വിവാഹ ദിനത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും ആയുഷ്കാലം മുഴുവനും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ശാന്തിപഥത്തിന്റെ ഗീതാ ക്ലാസ് തുടങ്ങിയത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും അങ്ങോട്ട് മാതൃകാപരമായ ദമ്പതികളായി ഇനിയും നിങ്ങളുടെ ജീവിത നൗക മുന്നോട്ട് പോകണം എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഈ സാമൂഹിക പശ്ചാത്തലത്തിന് ദിനേശ് സാറിനെ താങ്ങും തണലുമായി നമ്മുടെ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ആദ്യമൊക്കെ തുടക്കമൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇപ്പം വളരെ കഴിവുറ്റ ഒരാളായി മേഡവും ചാരിറ്റി ട്രസ്റ്റിൽ മാത്രമല്ല കുടുംബജീവിതത്തിൽ താങ്ങും തണലുമായി ഉള്ള ഈ പ്രവർത്തന രീതി എന്നെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം അനുഗ്രഹിച്ചു നൽകിയ നമ്മുടെ പ്രപഞ്ച ശക്തിക്ക് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഇന്നത്തെ ഈ നല്ലൊരു സുദിനം എന്ന് പറയാം. കാരണം 22 വർഷം മുമ്പ് എങ്ങനെയാണോ ജീവിതത്തിലേക്ക് കയറിയത്, അവിടെ നിന്നും എത്രയോ യാത്ര ചെയ്ത് ഇവിടെ നിന്ന് സാറ് നിന്ന് നോക്കുമ്പോൾ സാറിന്റെ മുമ്പിലേക്ക് നമ്മളെ പോലെയുള്ള കുറെ പേരെ കാണുമ്പോൾ സാറിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം സാറിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലൂടെ ചാരിറ്റി ട്രസ്റ്റിലൂടെ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ആ യാത്രയിൽ താങ്ങും തണലുമായിട്ട് എപ്പോഴും നമുക്ക് പരസ്പര പൂരകമായി നമ്മൾ രണ്ടുപേര് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും ആ ഒരു ജീവിതത്തെ നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ ഞാനല്ലായിരുന്നു, ആ എന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചത് എന്ന് നമ്മുടെ ഒരു പങ്കാളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു നമ്മുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരവാണ്. അപ്പം ഈ ഒരു ജീവിതം ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരസ്പര പൂരകമായി രണ്ടുപേർക്കും കഴിയട്ടെ. കഴിഞ്ഞതിന്, അതായത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ഭാവിയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന് ഈ യാത്ര ഏറ്റവും ഉന്നതിയിലേക്ക് സാർ എന്ത് ലക്ഷ്യമാണോ കരുതിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ എല്ലാവരുടെയും യൂണിറ്റി, കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പൊ സന്തോഷപൂർവ്വം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സാറിന്റെ നമ്മുടെ യാത്രാ ലക്ഷ്യം എന്താണോ അത് തന്നെ ആയിരിക്കും സാറിന്റെ ലക്ഷ്യം. അപ്പൊ എല്ലാവരും ഒന്നിച്ച് നമുക്ക് ഈ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ വിവാഹ വാർഷിക ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. സാറിന് ഒരുപാട് നന്ദി. ഗുരുഭ്യോ. അടുത്ത് നമ്മുടെ ആതിര മാം. മാം, ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം അനുഗ്രഹിച്ചു തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വരാൻ സാധിച്ചതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് സാറിനും ലേഖ മാമിനും എല്ലാ അനുഗ്രഹ ആശംസകളും ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ്. സാറിന്റെ ലൈഫ് കാണുമ്പോൾ, സാറും വൈഫ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ സാറിന്റെ വന്ന മാറ്റങ്ങൾ സാർ നമ്മളിലും തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിന്റെ ഓരോ കോഴ്സും എവിടേക്കാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിനനുസൃതമായിട്ടുള്ള കോഴ്സുകൾ തന്ന് അനുഗ്രഹിക്കുന്ന സാറിനും ആയുരാരോഗ്യ സൗഖ്യം എന്നും ഉണ്ടാവട്ടെ.
അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് മാറേണ്ടതുണ്ട്. സാറിൽ നിന്ന് തന്നെയാണ് അത് മാറ്റങ്ങൾ ഇനിയും പഠിക്കാനുള്ളതും. അതിന് തക്കതായ ക്ലാസ്സുകൾ സാർ വീണ്ടും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. മാമിനും ഫാമിലിക്കും എല്ലാം നല്ല ആശംസകൾ നേരുന്നു. താങ്ക് യു സാർ. എന്നിൽ വന്ന മാറ്റങ്ങളെല്ലാം സാറിന്റെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നതിന് ശേഷമാണ്. ആ മാറ്റങ്ങൾ എന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും സാറിന്റെ ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കാനും എനിക്ക് സാധ്യമാകുന്നതിനും പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു ദിവസം നല്ലൊരു ഡേ ആക്കി മാറ്റിയതിന് സാറിനും വൈഫിനും വളരെയധികം നന്ദി. താങ്ക് യു സാർ. ഒരു ചെറിയ തിരുത്ത്, സാറിന്റെ ഹാപ്പിനെസ് മാസ്റ്ററിയിലൂടെ അല്ല, നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയിലൂടെ. അതിനെ കേട്ടായിരുന്നോ? ഞാൻ കേട്ടു സാർ, ഞാൻ കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്ത് പറ. നമ്മുടെ ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഫാമിലിയിൽ വന്നതിന് എനിക്ക് പ്രപഞ്ചശക്തിയോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. താങ്ക് യു സാർ. താങ്ക് യു ആതിര മാം. താങ്ക് യു. ബീന കരുണൻ മാം അല്ലേ? നമസ്തേ. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ സാരഥി ശ്രീ വിനയ് സാറിനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ലേഖ മാമിനും ദയം നിറഞ്ഞ നന്ദി. വിവാഹവാർഷിക ദിനാശംസകൾ. എനിക്ക് കുറെ പറയാനുണ്ട്, പക്ഷെ എന്തോ സന്തോഷം കൊണ്ട് സങ്കടം വരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ, എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഹാപ്പിനെസ് മാസ്റ്ററി കുടുംബത്തിന് വന്നതിന് ശേഷമാണ്. എല്ലാം ഈശ്വരൻ തരേണ്ടതായിട്ടുള്ള എല്ലാ ഇതുകളും തന്നിട്ടും അത് അനുഭവിക്കാനും ആസ്വദിക്കാനും എനിക്കറിയുമായിരുന്നില്ല. സാറാണ് അതെല്ലാം പഠിപ്പിച്ചു തന്നു. ഇന്ന് നല്ല നിലയിൽ, നല്ല എല്ലാം കൊണ്ടും വളരെ ദൈവീകമായ ജീവിതം ആസ്വദിക്കാൻ അനുഗ്രഹിച്ചു തന്ന സാറിനും മേമിനോടും കൊടുത്തിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, അടുത്തത് അമൂല്യ മാം സംസാരിച്ചോളൂ. നമസ്തേ സാർ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ആദ്യം തന്നെ സാറിനും ഞാനും അറിയിക്കാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സാറിന്റെ കൂടെ കൂടിയിട്ട് ഞാൻ വളരെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യമൊന്നും ഇതേപോലെ സംസാരിച്ചിരുന്നില്ല. സാറ് ഓരോരുത്തരെയും കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സാറ് തോന്നുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ഒരേപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നല്ല ആത്മവിശ്വാസം തോന്നുന്നു സാർ. താങ്ക് യു സാർ. സാറിന്റെ കൂടെ ഇനിയും യാത്ര തുടരണം എന്നാണ് എന്റെ ആഗ്രഹം. കഴിഞ്ഞില്ല, പോരട്ടെ, കുറച്ചും കൂടി പോരട്ടെ. ഒരു ഭജൻ സെറ്റ് പോരട്ടെ, മടിക്കണ്ട. രണ്ടുപേരും പാടിക്കും, ഇരിക്കട്ടെ. ആ ചമ്മലങ്ങ് വിട്ട്. മതമുഗലേ ഗിരിജാസുധനേ ഗണപതി ഭഗവാൻ മരുമുഗലേ ഹരനുടെ തിരുമകൻ ഹരനുടെ തിരുമകൻ മദഗജമുഗലേ ഗിരിജാസുധനേ മരുമുഗലേ ഹരിപതി ഹരനുടെ തിരുമകൻ കുബേരഗർഭം തീരും വരയാ കുബേരഗർഭം തീരും വരയാ കണ്ടു നിറഞ്ഞ
ഗന്ധം കൊണ്ടു കുറിച്ചവനെ മദഗജമുകളെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ എട്ടും കൂട്ടി വിളമ്പാം ഇഷ്ടം നിറവേറ്റാം എട്ടും കൂട്ടി വിളമ്പാം നിന്നോട് ഇഷ്ടം നിറവേറ്റാം ഈരന്മാരാതെ പമ്പാ ഗണപതി കലിയുഗ പമ്പാ ഗണപതി മദഗജമുകളെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ മരുവുകളെ അറിവിൻ പതിയാൻ ഹരനുടെ തിരുമകൻ ഹരനുടെ തിരുമകൻ താങ്ക് യു ഫോർ അമൂല്യ മാം വളരെ ഭംഗിയായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പാടും. ഇനി ഇത്രയും സമയം നമ്മള് സാറിന്റെ കൂടെ ഫസ്റ്റ് മുതലെയുള്ളവരുടെ വാക്കുകൾ കേട്ടു. ഇനി നമുക്ക് കുറച്ച് പുതുതായി വന്നവരുടെ ആശംസ കൂടെ കേൾക്കാം. വീണ മാം ഉണ്ടോ? ശുഭാപ്തി വിശ്വാസ ശുഭചിന്തകളൊക്കെയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. സാറിന് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി കൊണ്ട് ആശംസിക്കുന്നു. ഞാൻ ഇന്ന് സാറിന്റെ ഇത് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 1 വർഷം 1.5 വർഷമായി. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിലേക്ക് കൂടി. എനിക്ക് കന്നഡ ആയതുകൊണ്ട് മലയാളം സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുറേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് അത് നല്ല രീതിയിൽ സംസാരിക്കാൻ സാറിന്റെ ഈ ക്ലാസ്സിലേക്ക്, ടൂണിയർ മൈൻഡ് സെറ്റ് ക്ലാസ്സിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഈ ഒരുപാട് മാറ്റങ്ങൾക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ. അതെല്ലാം ഞാൻ മാറ്റി എടുത്ത് സാറിന്റെ അനുഗ്രഹത്തിൽ സാറിന് ഒന്നിച്ചെന്നെ ഇനിയുള്ള എല്ലാ യാത്രകൾക്കും ഒരുപാട് വീട്ടിലും എല്ലാ കാര്യത്തിലും ജോലിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സാറേ. സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. ശ്രീലത മാം ഉണ്ടോ? ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭചിന്തകളോടുകൂടി നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. സാറേ, സാറിനും വൈഫിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്നൊരു ആയുരാരോഗ്യത്തോടുകൂടി രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ഒരേ മനസ്സോടെ ഒരേ ചിന്തകളോടും കൂടി. അപ്പൊ ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. നിങ്ങളുടെ ഒരു വീട്ടിലെ ഭാഗം തന്നെയാണ് ഞങ്ങളും. ഞങ്ങളുടെ എല്ലാ ആശംസകളും ഉണ്ട്. ഞാനും സാറിന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സാറിന്റെ ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ തന്നെ വളരെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാ ആശംസകളും അറിയിക്കുന്നു രണ്ടുപേർക്കും. രണ്ടുപേരെയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ ബ്രദറും സിസ്റ്ററും തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എല്ലാ ആശംസകളും. രണ്ടുപേരും ആയുരാരോഗ്യത്തോടുകൂടി ഒരുപാട് കാലങ്ങൾ ഒരുമിച്ചുണ്ടാവട്ടെ, ഒരേ മനസ്സോടുകൂടി. എല്ലാ ആശംസകളും അറിയിക്കുന്നു സാർ. മാം, നമ്മുടെ ഹിപ്നോസിസിന്റെ അതിനെ പറ്റിയൊരു അനുഭവം ഒന്ന്. ഹിപ്നോസിസിന്റെ അനുഭവം വളരെ, അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മളിപ്പോ അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് എനിക്ക്. ഹിപ്നോസിസ് എന്ന് പറയുന്നൊരു അത് എങ്ങനെ പറയണം എനിക്കറിയില്ല. നമ്മൾക്കിപ്പോ ഒരു ആരൊക്കെയോ ഉണ്ട്, നമ്മൾ അത്രയും പേര് അത്രയും ബോണ്ടിങ് ആയിപ്പോയി. തമ്മിൽ നമുക്ക് എന്ത് സംസാരിക്കാം. നമ്മളുടെ ആ ബോണ്ടിങ് ഒരു ഭയങ്കര പോസിറ്റീവ് ബോണ്ടുള്ളൊരു ഇതാണ് ശരിക്കും പറഞ്ഞ ആ ഗ്രൂപ്പ്. അതൊരു 2 ആഴ്ച കൊണ്ട് ഇത്രയും ബോണ്ടിങ് വളരെ ശക്തമായി വന്നതാണ്. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും അത് നിർത്തരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതിലൂടെ ഒരുപാട് നമുക്ക് എന്താ പറയാ എനിക്കറിയില്ല, എത്ര പോസിറ്റീവ് തിങ്കിങ്ങും നമ്മളുടെ ഒരേ മനസ്സും ഒരേ ചിന്തകളും, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഏതായാലും സാറിന്റെ കൂടെ കൂടിയപ്പോ അങ്ങനെയും കൂടി ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സാറേ ഒരിക്കലും അത് അവസ്ഥ നിർത്തരുത്. നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ട് എൻ്റെ ആഗ്രഹം.
നല്ല ഫീലിങ്സ് ആണ്. അതോടുകൂടി നമ്മുടെ മൈൻഡ് തന്നെ ഒരു ഇതായി, നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും എല്ലാം വ്യത്യാസം വന്നു അതിലൂടെ. ഒരുമിച്ച് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നേടാമെന്ന് അതിൽ കൂടെ പഠിക്കാൻ സാധിച്ചു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. രഞ്ജിനി പണിക്കർ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ശുഭാപ്തി വിശ്വാസത്തോട് ശുഭചിന്തകളോട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. അതിലുപരി ഇന്ന് സാറിന്റെയും മാമിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അതൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആണ്. അതിൽ സാർ സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തതിൽ സാറിനും മാമിനും ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് അധികം സമയം ആയിട്ടില്ല, ഒരു 1 മന്ത് കഷ്ടിച്ചായിട്ടേ ഉള്ളൂ സാറിന്റെ കൂടെ ഈ ഒരു ജേർണിയിൽ എത്താൻ. എൻ്റെ ഹസ്ബൻഡ് മുഖേനയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ ഒരു കറക്റ്റ് നല്ല വഴി കൂടെ അല്ലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. പക്ഷെ സാറിന്റെ ആ ഒരു എന്താ പറയുന്നേ, ഗുരുവിന്റെ അണ്ടറിൽ വന്നപ്പം ആ കറക്റ്റ് വേയിൽ എനിക്ക് എത്താൻ സാധിച്ചു. അതിന് ഞാൻ സർവേശ്വരനോടും സാറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എന്നിൽ പതുക്കെ കൊണ്ട് ഇപ്പൊ തന്നെ കുറെ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയും ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് മാറ്റണം. അതിന് സാറിന്റെ എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുപരി മാമിനും സാറിനും ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടും സന്തോഷത്തോടും മുന്നോട്ട് പോവാൻ ഒരു നല്ലൊരു എന്താ പറയാ, ഒരു വിശ്വസ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും അറിയിക്കുന്നു. എൻ്റെ ഫാമിലിയുടെയും പിന്നെ ഈ ഒരു ഹാപ്പിനെസ് ഫാമിലി, അത് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും പ്രായം കൂടിയ ആൾക്കാരും പ്രായം കുറഞ്ഞ ആൾക്കാരും എല്ലാവരുടെയും ഇടയിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിച്ചതിൽ അത് സാറിന്റെ മാത്രം കഴിവാണ്. അന്നേരം നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം സാറിനോട് പറഞ്ഞ് ഷെയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറിന് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. അതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ മാമിന് സാറിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചെയ്തോട്ടെ സാർ? എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ അരികിലല്ലേ, മലർവനിയിൽ വെറുതെ, എന്തിനു വേറൊരു മധുവസന്തം. So that's it. Thank you, sir. Thank you, ma'am. താങ്ക് യു. ഒത്തിരി thank you. അതെ, ഹാപ്പി ആനിവേഴ്സറി സാർ. ഹാപ്പി ആനിവേഴ്സറി മാം. വിഷിംഗ് യു ലോട്ട് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. ഞാൻ തമിഴിലൊരു വിഷസ് ഉണ്ട്, അത് ഞാൻ സാറിനും മാമിനും വേണ്ടി പറയാം. 16 செல்வமும் பெற்று பெருவாழ்வு வாழ்க. ആ 16 செல்வங்கள் കൽവി, അത് അഴിയാத അറിവ്, செல்வம், நிதி, പണം, പിന്നെ ധാന്യം, ഉണവ്, புகழ், வலிமை, வெற்றி, அழகு, நன்மக்கள், உயர்வு, அறிவு, பொறுமை, இன்பம், மகிழ்ச்சியான வாழ்க்கை, நட்பு, நல்வினை, வாழ்த்துக்கள், ஈகை, பிறருக்கு உதவும் குணம். இது 16 செல்வங்களும் பெற்று பெருவாழ்வு வாழ்க. சாரும் மேமும் and your children, wishing you all a blessed and happy life. എനിക്ക് ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ 1 year ആവുന്നു. റൈറ്റ് സാർ, ലാസ്റ്റ് ജൂൺ. ലോട്ട് ഓഫ് ചേഞ്ചസ്. സാറ് വിചാരിക്കുന്ന അത്ര ചേഞ്ചസ് ഞാൻ എത്തിയിട്ടില്ല, അതറിയാം. ബട്ട് ഐ വിൽ സാർ. എനിക്ക് ഇവിടെ കുറെ
സെന്റേഴ്സ് ഉണ്ട്. എന്നെ പോയി ചേരാൻ പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഈശ, ശ്രീ ശ്രീ രവിശങ്കർ, lot of gurus are here, lot of centers are there here in Bangalore, so many places I could have gone. പക്ഷെ ഞാൻ ഒരിടത്തും ഇന്ന് വരെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വന്നെത്തിയത് ഈ ഗുരുവിന്റെ കീഴിലാണ്. അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. എത്രയോ കുറെ വർഷങ്ങളായി ഇവിടെ ഉള്ളവരാണ് ഈശ എല്ലാവരും. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തും ഇന്ന് വരെ ഒരു ദിവസം പോയിട്ടില്ല. എനിക്ക് ആദ്യമായി കിട്ടിയ എൻ്റെ ഗുരുവാണ് സാറ്. അതിനെ ഞാൻ ദൈവത്തോട് നന്ദി, യൂണിവേഴ്സിനോട് നന്ദി, സാറിനോടും നന്ദി. താങ്ക് യു സാർ, താങ്ക് യു മാം. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഇനിയും ഉണ്ടാവും സാർ. മേഘ, ബിറ്റ്വീൻ ദ ലൈൻസ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ സർ, താങ്ക് യു. പറഞ്ഞപ്പോഴൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് 2 കാര്യങ്ങള്. ഒന്ന്, നിങ്ങള് പല അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങളും ഞാനും ഒക്കെ. പക്ഷേ ഇപ്പൊ ഗായത്രി പറഞ്ഞതുകൊണ്ട് പറയാണ്, നിങ്ങളിന് എത്ര ചേഞ്ചസ് വരുത്തിയാലും ഐ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. കാരണം ഞാനും എത്ര ചേഞ്ചസ് വരുത്തിയാലും ഐ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. ആ ഒരു ഡെസ്റ്റിനി എത്തുന്നത് വരെ ഐ വിൽ ആസ്ക് എവറിബഡി ടു ചേഞ്ച്. നമ്മുടെ ആ ലക്ഷ്യം, ആ പരമമായ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ ചേഞ്ച് വേണം, ചേഞ്ച് വേണം, ചേഞ്ച് വേണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം ഞാൻ സ്വയം പറയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഞാൻ എന്നോട് പറയുന്ന വാക്കുകളാണ്, അല്ലാതെ ഒന്നും പുതിയതായിട്ട് വെറുതെ ഞാൻ പറയുന്നില്ല. എനിക്ക് മാറ്റമുണ്ടാക്കേണ്ട കാര്യങ്ങളെ മാത്രം ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനും മാറുന്നു, നിങ്ങളും മാറുന്നു, അത്രയേ ഉള്ളൂ ഉത്തരം. അപ്പൊ ഞാൻ ഒരു ദിവസവും ഞാൻ ഫുള്ളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓം പൂർണ്ണമിധ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാധായ പൂർണ്ണാവിശിഷ്യതേ. ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ തീർന്നോന്ന് ചോദിക്കുമ്പോ ഇല്ല, പോട്ടെ, ഉള്ളെത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമായത് എന്താണ്? ഒന്ന് മാത്രമാണ്, ബ്രഹ്മം. അത് മാത്രമേ പൂർണ്ണമുള്ളൂ. അപ്പൊ ആ യാത്ര നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇനി എത്ര നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ട് ഞാൻ ഇതായി എന്ന് പറയുമ്പോ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയും, പോരാ, അടുത്ത വരട്ടെ എന്ന് പറയും. പക്ഷെ ഒരു സമയത്തും ഏതാണ് 6ാമത്തെ പടി, അവിടെ വരെ ഞാൻ ഉണ്ടാവുള്ളൂ. അവിടെ എത്തുമ്പോൾ പിന്നെ എനിക്ക് റോളില്ല. പക്ഷെ ഞാൻ 6ാമത്തെ പടിയിൽ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ തൽക്കാലം പോവില്ല. കാരണം എനിക്ക് കുറേ പേരെ അവിടെ എത്തിക്കാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞറിയിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ, താഴെയുള്ളവരെ കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചോളൂ. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒബിയസ്ലായിട്ടും ഒരു കയറി പൊക്കോളൂ. 6 പടി വരെ അത്രേ എനിക്ക് റോള് തന്നിട്ടുള്ളൂ. അത് എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആണല്ലോ, മനസ്സിലായല്ലോ അല്ലെ? ഇവിടെ പരാമർശിച്ച് മഹാഗുരുക്കന്മാർ, അവധൂതന്മാർ അല്ലേ? അവർ മഹാഗുരുക്കന്മാർ എന്നതിന് അപ്പുറത്തേക്ക് അവധൂതന്മാർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ശ്രീ ഗുരുദേവ് ആയിക്കഴിഞ്ഞാലോ, ഭഗവാനായിക്കഴിഞ്ഞാൽ, സത്യസായി ബാബ ഭഗവാനായിക്കഴിഞ്ഞാലോ, അമ്മയായിക്കഴിഞ്ഞാലോ, ജഗ്ഗി ഗുരു ആയിക്കഴിഞ്ഞാലോ, ഇവരുടെയൊക്കെ കമ്മ്യൂണിറ്റി നമ്മളുമായിട്ടൊന്നും ഒരിക്കലും സാധ്യമല്ല. നമുക്ക് എവിടെയും അത് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ ദൈവത്തിന്റെ നേരിട്ടുള്ള അവധൂതന്മാരാണ്. നമ്മൾ മനുഷ്യരായ നോർമലായിട്ട് ഇതിനെ പാകപ്പെടുത്തുന്നവർ മാത്രമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുമുണ്ട്, ആ കമ്മ്യൂണിറ്റിയിലുള്ള പോസിറ്റീവ്നെസ് അല്ല ഇവിടെ ഉള്ളത്. അവിടെ മറ്റൊരു വിഷയമാണ്, മറ്റൊരു സംഭവമാണ്. അവിടെ പുറമേ അത് അവരുടെ സിസ്റ്റം അങ്ങനെ പോകുന്നു, വലിയ സിസ്റ്റത്തിൽ പോകുന്നത്. നമ്മൾ ചെറുതല്ലേ, നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാവരും എനിക്കറിയാം. അവിടെ എല്ലാവരും ഗുരുദേവൻ അറിയണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല. കോടാനുകോടി ആൾക്കാരാ കണ്ടു കഴിഞ്ഞാൽ ഗുരുദേവൻ കണ്ടാൽ അറിയാൻ ചിന്തിക്കാം. പക്ഷെ നിങ്ങളെ ഹാപ്പിനെസ് മാസ്റ്ററിൽ വരുന്ന എല്ലാവരും എനിക്കറിയാം. അതുകൊണ്ട് അവിടെയൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് സന്തോഷപൂർവ്വം കുറച്ചൊക്കെ നന്മയുടെ മരങ്ങളായി നന്മയുടെ ഭാഗത്തായിട്ട് പോകാം.
എല്ലാവരും ഒരു കാര്യമാണ് നിൽക്കേണ്ടത്, ഒറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ. ആരെയാണ് മാറ്റേണ്ടത്? ആരെയാണ് നവീകരിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾക്ക് നവീകരിക്കേണ്ടത് എന്ന് പറഞ്ഞോളൂ. ഇന്ന് ഞാൻ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? സ്വയം. നമ്മളെ തന്നെ മാറ്റണം. നമ്മളെ തന്നെ മാറ്റണം സാർ. ഇന്ന് ഞങ്ങൾ ഈ അവനവനെ സെലിബ്രേറ്റ് തന്നെ ചെയ്യുന്നത് ആർക്ക് മാറ്റണം. വേണ്ടിയിട്ടാ? ഇന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? ഞങ്ങളുടെ എൻജോയ്മെന്റ്, ഞങ്ങളുടെ ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവിതത്തിൽ എൻജോയ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ പലരും ഇന്ന് എന്നോട് സംസാരിച്ച് ശ്രീജമോൾ പറഞ്ഞ അതേ കാര്യം നിങ്ങളോട് എല്ലാവരും ഓർമ്മിക്കുകയാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ സ്വിമ്മിംഗ് പൂളിൽ പോയി കുറേ നേരം കുളിച്ച് കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ നീന്തി ഇതായി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തി. നിങ്ങളൊക്കെ ശ്രമിച്ചു നോക്കാം. നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലെല്ലാം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ, വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ ശവാസനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, പൊങ്ങും. നമ്മളിങ്ങനെ ഇളകി പോവും. ശരീരം വെള്ളത്തിന്റെ ഓളങ്ങൾ അനങ്ങുന്നത് പോലെ നമ്മുടെ ശരീരം മൂവ് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങോട്ടെങ്കിലൊക്കെ പോവും. അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് നമുക്ക് വിടാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ കിടന്നിട്ട് കൈകാലുകളൊക്കെ വിട്ട് കൊടുത്തിട്ട് കുറേ നേരം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് പോലെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കറക്റ്റായിട്ട് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് ഫോക്കസ് ചെയ്ത് കുറേ നേരം നിന്നു. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അത്രയും ഫോക്കസ് ചെയ്തിട്ട് നിന്നു. അവിടെ കിടന്നു. ഞാനിങ്ങനെ കിടക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും താഴോട്ട് വന്ന് കാല് താഴോട്ട് പോവും, അല്ലെങ്കിൽ ചെവി നമ്മൾ താഴോട്ട് മുങ്ങിപ്പോവും. പക്ഷെ ഞാൻ നിരന്തരമായി ഒരു 6-7 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു 1.5 മിനിറ്റ് നേരം എനിക്ക് എങ്ങോട്ടും പൊങ്ങാതെ ചെറിയ രീതിയിൽ അവിടെ ഒന്ന് ഒരു തലം കിട്ടി. ഈ മൂവ്മെന്റ് ഇല്ലാത്ത ഒരു സ്റ്റിൽനെസ് കിട്ടി. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഏത് കാര്യം നമുക്ക് വേണമോ അതിനത്രയും തന്നെ ഫോക്കസ് ചെയ്തു കൊടുക്കണം. ശ്രദ്ധയോടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് നമുക്ക് പോസിബിൾ ആണ്. പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏത് കാര്യത്തിലാണോ അതിൽ ശ്രദ്ധിക്കുക, അതെല്ലാം നേടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചിട്ട് തീരുമാനം നടപ്പിലാക്കാത്തവരുണ്ടല്ലേ? നടപ്പാക്കാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കി കഴിഞ്ഞവർക്കും രാവിലെ എന്ത് ചെയ്യണം എന്നതിനും ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന് കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാത്തവരുണ്ട് അവിടെ. എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കൊരു കൃത്യമായൊരു പ്ലാനൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, വൈകിട്ട് ഉറങ്ങുന്നു, എന്തൊക്കെയോ ചെയ്തു പോകുന്നു. അങ്ങനെ ഒരു പ്ലാൻ, കൃത്യമായൊരു പ്ലാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിറാക്കിൾ മോർണിംഗ് നമ്മൾ ഈ ആഴ്ച തന്നെ തുടങ്ങുന്നു. മിറാക്കിൾ മോർണിംഗ് രാവിലെ 5 മണി മുതൽ രാത്രി 10:30 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്തു വെക്കാനും, നിങ്ങൾക്ക് എൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാനും, ഡെയിലി ഒരു അഫ്രിമേഷൻസ് കിട്ടാനും, ആ അഫ്രിമേഷൻ അതിൽ എഴുതാനും, അതേ സാധനത്തിൽ എഴുതി വെക്കാനും, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ അന്നന്ന് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളെയും രാവിലെ വേക്കപ്പ് അൽറാം അടിക്കുന്നത് മുതൽ രാത്രി ഉറങ്ങൂ എന്നുള്ള അൽറാം അടിക്കുന്നത് വരെയുള്ള മുഴുവൻ ദിവസത്തെയും പ്ലാൻ ചെയ്തു വെക്കുന്ന ഒരു ആപ്പ് ഞാൻ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ പേരാണ് മിറാക്കിൾ മോർണിംഗ്. 60 ദിവസത്തെ പ്രോഗ്രാമാണ്. 60 ദിവസം കഴിയുമ്പോൾ പിന്നെ സെറ്റ് ആയിക്കോളും, പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇതിനു മുമ്പ് മിറാക്കിൾ മോർണിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വളരെ നല്ല മാറ്റം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഒരു 60 ദിവസം നിങ്ങൾക്ക് എൻ്റെ കൂടെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാറണം എന്ന് തീരുമാനിച്ചിരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ മാറാൻ വേണ്ടി തീരുമാനിച്ചാലും നമുക്ക് പറ്റുന്നില്ല എന്ന് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നവരോടാണ്. അല്ലെങ്കിൽ രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു വ്യവസ്ഥയുമില്ല,
കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ട്, പക്ഷെ അറിയത്തില്ല ഇതെപ്പോൾ ചെയ്യണമെന്ന് അറിയില്ല. അതിനെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അതായത് പ്രോസസ്സ് ഇങ്ങനെയാണ്: രാവിലെ എഴുന്നേക്കേണ്ട സമയം ചിരിക്കും, അലാറം അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിൽ കൃത്യമായി നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം അത് മാത്രം നിങ്ങൾ ചെയ്യുക. എന്നാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുക. വെള്ളം ഫസ്റ്റ് സൈലന്റ് ആയിട്ടിരിക്കുക, പിന്നെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്യുക. ഇതൊക്കെ കൃത്യമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ട് ഓരോ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കും. ഇത് ചെയ്തില്ല, ഇത് ചെയ്തോ എന്നൊക്കെ ഓർമ്മിപ്പിക്കും. പിന്നെ ടെലിഫോൺ ബില്ലടക്കാനുണ്ടോ, കറണ്ട് ബില്ലടക്കാനുണ്ടോ, മറ്റാൾക്കെങ്കിലും എന്താ പറയുക ഫോൺ വിളിക്കാനുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പ് എന്നിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു സാധനത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് ബാക്കിയെല്ലാം വന്നോളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് ഞാൻ തരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. അതിൽ 60 ദിവസത്തെ എൻ്റെ മോട്ടിവേഷൻ ഉണ്ട്, 60 ദിവസത്തെ മെഡിറ്റേഷൻ ഉണ്ട്, 60 ദിവസത്തെ 60 ഇൻഫർമേഷൻ ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. പക്ഷേ ഇത് ആപ്പിന് പ്രത്യേകതയുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷും 2 ഭാഷയിലുണ്ട്. അതിൽ ഇതിനു വേണ്ട സകല പരിപാടികൾ അതിനകത്തുണ്ട്. പുസ്തകങ്ങളടക്കം വായിക്കാനുള്ള ബുക്ക് ഷെൽഫ് അടക്കം അതിനകത്തുണ്ട്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് വേണ്ടവരെല്ലാം ഉടൻ തന്നെ വിളിച്ച് പറഞ്ഞോളൂ സീതയ്ക്ക്. എന്നിട്ട് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും, ഈ കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും അത് ആ ആപ്പ് ഇത് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മുഴുവൻ ആൾക്കാരും. കാരണം എന്ന് വെച്ചാൽ അത് അത്ര കണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റപ്പെടുത്തുന്നതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദോശ ചുടണമെന്ന് നടക്കാൻ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റും. രാവിലെ ദോശ ചുടണം, കടലക്കറിയാണ് ഇന്നത്തെ ദിവസം. ഇതൊക്കെ ഇവർക്ക് ഹെൽപ്ഫുള്ളാണ്. കടലക്കറി ഇവർക്ക് രാവിലെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആപ്പാണ്. രാവിലെ എന്ത് തരണം എന്ന് വലിയ തീരുമാനമില്ലാത്തതുകൊണ്ട് ഞാൻ തലേദിവസം അവിടെ നോട്ട് ചെയ്ത് വെക്കും. നാളെ എനിക്ക് ഇഡ്ഡലിയാണ്, ഇപ്പോൾ രാവിലെ ഇഡ്ഡലി എന്ന് കാണും, അപ്പോൾ ഉണ്ടാക്കി തരാണ്. ഇപ്പം അല്ലെങ്കിൽ രാവിലെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം.